രാജ്യാന്തര ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുകയാണെങ്കിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ലഘൂകരിക്കാൻ തയ്യാറാണെന്ന് ഇറാൻ പറയുന്നു. അതിനിടെ ഇസ്ലാമിക വിപ്ലവ വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം നടക്കുന്ന പരിപാടികളിൽ ഇറാനിയൻ ജനത സജീവമായി പങ്കുചേരണമെന്ന് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി ആഹ്വാനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ഇറാൻ അവരുടെ ആണവായുധങ്ങൾ കുറയ്ക്കാനുള്ള നീക്കം ഉണ്ടാകുമെന്ന് സൂചന നൽകുന്ന ഈ പ്രസ്താവന കൂടുതൽ വിശദീകരിക്കാൻ നമുക്കിപ്പോൾ മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ് അമേരിക്കയിൽ നിന്ന്. മധു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ ട്രംപിൻ്റെ ഭീഷണിക്ക് മുന്നിൽ, അന്ത്യശാസനത്തിന് മുന്നിൽ ഇറാൻ വഴങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണോ ഇത്? ഗുഡ് മോർണിംഗ് SKN. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇറാൻ അമേരിക്ക ഈ ചർച്ചകളൊക്കെ പുനരാരംഭിച്ചെങ്കിലും രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം ഒട്ടും വിശ്വാസമില്ല. അത് ഈ രണ്ട് രാജ്യങ്ങളുടെയും പ്രതിനിധികൾ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ റിസൾട്ടിലേക്ക് വരുന്നിടം വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഇപ്പോൾ ഈ രാജ്യാന്തര ഉപരോധങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യുകയാണെങ്കിൽ തങ്ങളുടെ പക്കലുള്ള ഈ എൻറിച്ച്ഡ് യുറേനിയം, അതായത് ശുദ്ധീകരിച്ച യുറേനിയം ശേഖരം ഡൈല്യൂട്ട് ചെയ്യുവാൻ തയ്യാറാണെന്ന് ഇപ്പോൾ ഇറാന്റെ ആണവോർജം വകുപ്പ് മേധാവി മുഹമ്മദ് ഇസ്ലാമി തന്നെയാണ് ഈ പ്രസ്താവനയുമായിട്ട് വന്നിരിക്കുന്നത്. ദീർഘകാലമായി തുടരുന്ന US ഇറാൻ ആണവ തർക്കങ്ങളിൽ ഒരുപക്ഷെ SKN സൂചിപ്പിച്ചതുപോലെ ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുഹമ്മദ് ലാമിയുടെ വാക്കുകളിലൂടെ തുറന്നിട്ടിരിക്കുന്നത്. ശുദ്ധീകരിച്ച യുറേനിയം ശേഖരം പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നാണ് പക്ഷേ അമേരിക്കയുടെ ആവശ്യം. കഴിഞ്ഞ വർഷം UN ഒരു കണക്കെടുപ്പ് നടത്തിയായിരുന്നു, അവരുടെ ആണവ ഏജൻസി. അതനുസരിച്ച് ഏതാണ്ട് 440 കിലോഗ്രാം യുറേനിയം ശേഖരം ഇറാന്റെ പക്കലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആണവായുധ നിർമ്മാണത്തിന് ഏതാണ്ട് 90% ശുദ്ധീകരിച്ച യുറേനിയമാണ് വേണ്ടത്. അത് 60% നിന്ന് വളരെ ചെറിയൊരു ദൂരം മാത്രമേ ഉള്ളൂ. ഇതാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വലിയ തോതിൽ ആശങ്കയിലാഴ്ത്തുന്നത്. ഈ ശുദ്ധീകരിച്ച യുറേനിയത്തിൽ മറ്റ് ചില പദാർത്ഥങ്ങളൊക്കെ കലർത്തി അതിന്റെ തീവ്രത ഒരു നിശ്ചിത പരിധിക്ക് താഴെ എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഡൈല്യൂഷൻ. അതാണ് ഇപ്പോൾ ഇവരുടെ മേധാവി പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകശക്തികളുമായിട്ട് 2015 ഒപ്പിട്ട ആണവ കരാർ പ്രകാരം ഒരു 3.67% മാത്രമായിരിക്കണമെന്നായിരുന്നു കണ്ടീഷൻ. എന്നാൽ ഈ കരാറെല്ലാം പൊളിഞ്ഞുപോയി. ഇറാൻ യുറേനിയം ശുദ്ധീകരിക്കുന്നത് പിന്നീട് വൻതോതിൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതേസമയം ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ ഉപദേശകനും അദ്ദേഹത്തിന്റെ വിശ്വസ്തനും നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറിയുമായ അലി ലാരിജാനി ഇന്ന് ഒമാൻ സന്ദർശിക്കും. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സന്ദർശനമാണ് ഇത്. തുടർ ചർച്ചകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒമാനാണ് ഇതിനെല്ലാം മധ്യസ്ഥ വഹിക്കുന്നത്. ഈ ചർച്ചകളിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അതേസമയം നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക വിപ്ലവ വാർഷികം നടക്കുകയാണ്. അത് സംബന്ധിച്ച് രാജ്യത്ത് നടക്കുന്ന പരിപാടികളിൽ ഇറാനിയൻ ജനത സജീവമായി പങ്കെടുക്കണമെന്നാണ് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ ആഹ്വാനം വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇറാനിലെ പ്രക്ഷോഭം കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ലോക ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന് പിന്തുണയുണ്ടെന്ന് കാണിക്കുവാനുള്ള ഒരു മാർഗം കൂടിയായിരിക്കും. ഇതുവഴി ഇറാന്റെ മേൽ മറ്റ് ശത്രുക്കൾ കണ്ണുവെക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുമെന്ന് ഖമേനി പറയുന്നു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അതുപോലെ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നതിനും ഇത് വളരെ അത്യാവശ്യമാണെന്നാണ് ഖമേനി പറയുന്നത്. താങ്ക് യു മധു കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.